ഹലോ, ഇന്ന് ഒരു സ്പെഷ്യൽ മീറ്റിൻ്റെ ഒരു ഫ്രൈ ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ ഈ ഒരു മീറ്റ് ഏതാണെന്ന് ഗസ് ചെയ്യും കേട്ടോ. നന്നായിട്ട് വൃത്തിയിൽ നമ്മൾ ചെറുതായിട്ട് മുറിച്ചതിന് ശേഷം ഉപ്പിട്ടിട്ട് കഴുകി എടുക്കുക. എന്നിട്ട് ഒരു കുക്കർ എടുത്തിട്ട് ഈ ചെറിയ ചെറിയ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇടുക. എന്നിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കുക. മീറ്റിൽ തന്നെ അത്യാവശ്യം വെള്ളം ഉണ്ടാകുമെങ്കിലും നമ്മൾ അടി പിടിക്കാതൊക്കെ ഇരിക്കാൻ കുറച്ച് വെള്ളം ചേർത്തിട്ട് തന്നെ വേവിക്കുന്നതാണ് നല്ലത്. എന്നിട്ടൊരു 5 to 7 വിസിൽ വരെ നമ്മളിത് വേവിച്ചെടുക്കണം. എന്നിട്ട് വേവ് നോക്കിയിട്ട് ഇനിയും വേവാനുണ്ടെങ്കിൽ വീണ്ടും 2-3 വിസിലും കൂടെ വേവിക്കുക. ഇത് വേവുന്ന സമയത്ത് ഒരു ജാറെടുത്തിട്ട് അതിനകത്തേക്ക് വറ്റൽമുളക്, പെരുംജീരകം, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി ഇത്രയും ചേർത്തിട്ട് ഒന്ന് ചതച്ചെടുക്കുക. അപ്പോഴേക്കും നമ്മുടെ മീറ്റ് വെന്തിട്ടുണ്ടാവും. അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക. വെന്തിട്ടില്ല എങ്കിൽ അത് മീറ്റിൻ്റെ മൂപ്പൊക്കെ അനുസരിച്ചായിരിക്കുമല്ലോ വേവ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഒന്നും കൂടെ വേണമെങ്കിൽ വേവിച്ചെടുക്കുക. ഇതിലിപ്പം കുറച്ച് വെള്ളമുണ്ട്, അതുകൊണ്ട് തന്നെ അത് കുറച്ചും കൂടി ഒന്ന് വറ്റിച്ചെടുക്കണം. ഇനി ഇതിൽ കുറച്ചും കൂടെ മസാലപ്പൊടികളൊക്കെ ചേർക്കുന്നത് കൊണ്ട് അതും കൂടെ അബ്സോർബ് ചെയ്യാനുള്ള വെള്ളം നമ്മൾ ഇതിൽ വയ്ക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ എന്തായാലും വറ്റിച്ചെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കുക. കൂടെ തന്നെ കുറച്ച് ഗരം മസാലയും ചേർക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കോൺഫ്ലോറും കൂടെ ചേർക്കാം കേട്ടോ. അതാകുമ്പം നല്ല ക്രിസ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പാവും. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. ഇനി കുറച്ചും കൂടെ നമുക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി കുറച്ച് നമുക്ക് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ പെരുംജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നീട് ഇതിലേക്ക് കുറച്ച് ചെറുനാരങ്ങയുടെ നീരും കൂടെ ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. അപ്പോഴേക്കും ഇതിൻ്റെ ചൂടൊക്കെ ആറിയിട്ട് ഒന്നും കൂടെ ഡ്രൈ ആയിട്ട് കിട്ടും നമുക്ക്. അപ്പോൾ അത് ഫ്രൈ ചെയ്തെടുക്കാൻ ഈസി ആയിരിക്കും. മാത്രമല്ല എണ്ണയൊന്നും അധികം കുടിക്കത്തില്ല. സോ അരമണിക്കൂറിന് ശേഷം ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കൊരു ഫ്രൈ പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് നല്ലത്. അതുകൊണ്ട് വെളിച്ചെണ്ണ എടുത്തിട്ട് അതിലേക്ക് ഇത് ഓരോന്നായിട്ട് ഇട്ടിട്ട് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ഈ ഒരു സ്പെഷ്യൽ മീറ്റ് സ്പൈസി ഫ്രൈ ഇവിടെ സെറ്റായിട്ടിരിക്കുകയാണ്. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. പുറത്ത് നല്ല ക്രിസ്പി, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിരുന്നു. മീറ്റ് ഓൾറെഡി വെന്തത് കൊണ്ട് തന്നെ പുറത്തുള്ളത് നമ്മൾ ഫുൾ ഫ്ലെയിമിലിട്ടിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളതാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.